മറഞ്ഞിരുന്ന സന്ദേശങ്ങൾ അയക്കുന്നവരോ എഡിറ്റ് ചെയ്ത പ്രസംഗങ്ങൾ നടത്തുന്നവരോ അല്ല യഥാർത്ഥ പോരാളികൾ. വെള്ളി വെളിച്ചത്തിൽ പത്രക്കാരുടെയും ജനങ്ങളുടെയും മുന്നിൽ നേർക്ക് നേരെ വന്ന് നിർഭയമായി ചോദ്യങ്ങളെ നേരിടുന്നവരാണ് പോരാളികൾ. അവരാണ് യഥാർത്ഥ നേതാക്കൾ. ദീർഘമായ കാലം ഇന്ത്യ ഭരിച്ചിട്ടും ഒരു നേർക്ക് നേരെയുള്ള പത്രസമ്മേളനം പോലും വിളിച്ച് ജനങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്ന ഒരു ഭരണാധികാരിയെയാണ് നമ്മൾ കാണുന്നത്. മൻ കി ബാത്തിലൂടെയും തയ്യാറാക്കിയ പ്രസംഗങ്ങളിലൂടെയും മാത്രം സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ ദുരന്തങ്ങൾക്ക് മുൻപിൽ മാത്രം ഈ മൗനം എന്തുകൊണ്ടാണ് നീളുന്നത്? ഒരു രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് അവിടുത്തെ കുട്ടികളാണ്. എന്നാൽ ആ വിദ്യാർത്ഥി സമൂഹം നിരാശപ്പെട്ട് മാനസികമായി തകർന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും വാചാലനാകുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഇതിനു പിന്നിൽ നടന്ന അധാർമികതയും അസത്യവും മറ്റാരെക്കാളും നന്നായി അദ്ദേഹത്തിന് അറിയാമെന്നതുകൊണ്ട് തന്നെയാണ്. വെറുമൊരു കണക്കല്ല ഇത്. 11ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാനസികമായി തകർന്നു. 10,000-കണക്കിന് കുടുംബങ്ങൾ കടുത്ത മാനസിക വിഭ്രാന്തിയിലായി. വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നതും അനീതി നേരിട്ടതുമായ ഇന്ത്യയിലെ കുട്ടികളുടെ എണ്ണം ചില്ലറയല്ല. 7.5 കോടിയാണ്. 7.5 കോടി കുട്ടികൾ. ഈ 7.5 കോടി മനുഷ്യരുടെ പ്രതീക്ഷകൾക്ക് ഒരു രോമത്തിന്റെ വിലയെങ്കിലും കൽപ്പിച്ചില്ല എന്നതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ തെരുവുകളിൽ ആളിക്കത്തുന്ന ഈ ജനരോഷം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് ഭരണാധികാരി തിരിച്ചറിയുകയാണ്. തങ്ങളുടെ അധികാരത്തെ ഇനി ആരും ഭയപ്പെടുന്നില്ലെന്നും ഇന്ത്യക്കാർ നിർഭയമായി ചോദിക്കാൻ തുടങ്ങിയെന്നും മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ അല്പമെങ്കിലും പ്രതികരിക്കാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായത്. ഭയം മാറിയ ഇന്ത്യയുടെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അത്യപൂർവ സന്ദർഭങ്ങളിൽ മാത്രം സംഭവിക്കുന്ന രീതി. അതീവ സുരക്ഷാ മേഖലകളിൽ പോയി അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ നിർഭയനായ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾക്ക് ധൈര്യം കൊടുത്തത് എന്താണ്? അത് പ്രായത്തിന്റെയോ ശരീരബലത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ അവിവേകത്തിന്റെയോ ശക്തിയല്ല. അത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ബലമാണ്. ജനങ്ങളുടെ സങ്കടങ്ങൾക്കൊപ്പവും സത്യത്തിനൊപ്പവും നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ബലമാണിത്. ഒടുവിൽ ജനരോഷം അതിരുകടന്നപ്പോൾ ഭരണകൂടത്തിന് മൗനം വെടിയേണ്ടി വന്നു. ആ പ്രതികരണം എടുത്ത് വായിച്ചു നോക്കണം. അതിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന വാക്കുകളുണ്ടോ? അതോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന വാചകമടി മാത്രമാണോ ഉള്ളതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അധാർമികത കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾക്ക് ജനങ്ങളുടെ സത്യസന്ധമായ ചോദ്യങ്ങൾക്ക് മുൻപിൽ അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ ഇന്ത്യ. അതെ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് കുറ്റകൃത്യമാണ്. വിദ്യാർത്ഥികളുടെയും ഈ രാജ്യത്തിന്റെയും ഭാവി വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കരുത്. നിർഭയമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം സത്യത്തിനൊപ്പമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ബലം. യഥാർത്ഥ ചോദ്യം, എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് അവർ ചെയ്തത്? ആയിരക്കണക്കിന് കുട്ടികൾ ഈ സുരക്ഷാ സേനയുടെ ആയുധങ്ങളാൽ ലക്ഷ്യം വെക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത് എന്തിനാണ്? അവരെന്താണ് ചെയ്തത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവർ സമാധാനപരമായി പ്രതിഷേധിച്ചു. അവർ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നു. അവർ ഈ രാജ്യം അവർക്ക് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. അവർ ചോദിക്കുന്നത് എന്താണ്? അവർക്ക് അവകാശപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ വേണ്ടേ? ഞങ്ങൾ അർഹിക്കുന്ന നീതിപൂർവമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം വേണം. അത് നമുക്കിന്നില്ല. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ പ്രവചിക്കാനാവാത്ത വിധം മാനസിക സംഘർഷങ്ങളിൽ അകപ്പെടുന്നു. എന്നിട്ട് അവസാനമോ അവരോട് പറയുന്നു ചോദ്യപേപ്പർ ചോർന്നുപോയി. അപ്പോൾ അതിനൊരു ന്യായമായ കാരണമില്ലേ? അതിപ്പോൾ ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, നമുക്കെല്ലാം അറിയാവുന്ന ഒരു സമ്പ്രദായത്തെ ആകെ അട്ടിമറിച്ചിരിക്കുന്നു. അതിനെ ലളിതമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇത് പ്രതിഷേധങ്ങളിലൂടെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, എന്താണ് തെളിവ്? ഇത് വളരെ പ്രകടമായ തെളിവാണ്. പക്ഷെ അവർക്കതിന്റെ കൃത്യമായ കണക്കറിയില്ല. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. കണക്കറിയാമെങ്കിൽ ഒരു മാസം ഉദ്ദേശം 1 കണക്കിൽ എല്ലാ മാസവും
ലക്ഷക്കണക്കിന് കുട്ടികൾ സമാനമായ മാനസികാവസ്ഥയിലൂടെ വീണ്ടും വീണ്ടും സങ്കീർണമായ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നതോ, ഓ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമതൊരു പരീക്ഷ നടത്തിയാൽ പിന്നെ എന്തിനാണ് അത് ഗൗരവമായി കാണുന്നത്? നിങ്ങൾ എത്ര അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല. നിങ്ങൾക്ക് നീതി നൽകുന്നില്ല. 7.5 കോടി വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളുമാണ് ഇന്ത്യയിൽ ഇത് അനുഭവിക്കുന്നത്. മധ്യവർത്തി കുടുംബത്തിലും പാവപ്പെട്ട കുടുംബത്തിലും ഉള്ളവരാണ് അധികം പേരും. അവർ കഷ്ടപ്പെട്ട് നേടുന്ന പണം ഇതിനുവേണ്ടി ചിലവഴിച്ചിട്ട് പിന്നീട് ചതിക്കപ്പെടുകയാണ്. എന്നിട്ടോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം 0. 10 വർഷം 152 പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർന്നെങ്കിലും ഒറ്റ ആളെപ്പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എന്നുവെച്ചാൽ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യവത്തായ സമ്പ്രദായത്തെ ഇല്ലാതാക്കുകയാണ്. അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയും ഇല്ലാതാക്കുകയാണ്. ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കുറ്റവാളികളില്ല. അതാണ് അതിലെ ഏറ്റവും ഒന്നാമത്തെ ഈ കുട്ടികളുടെ പ്രതിഷേധത്തിലെ ന്യായമായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് 152 പേപ്പറുകൾ ചോർന്നിട്ടും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടാത്തത്? അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സംവിധാനം അട്ടിമറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ സംവിധാനം ഇന്ന് അസഹനീയമായിരിക്കുന്നു. ഈ കണക്ക് എല്ലാ ചെറുപ്പക്കാർക്കും ഇന്ന് അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സർക്കാരിന് മാത്രം അറിയില്ല. ഒരു പരീക്ഷയ്ക്ക് ഒരു കുടുംബം ചിലവഴിക്കുന്ന തുക ഏതാണ്ട് സർക്കാർ ചിലവഴിക്കുന്ന തുകയോളം തുല്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കൂ, കേന്ദ്ര സർക്കാർ നികുതി പിരിച്ച് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു. ആ പണം വിദ്യാഭ്യാസ ബഡ്ജറ്റ് എന്ന് പറയുന്ന ചിലതിലേക്ക് പോകുന്നു. ഇതെല്ലാ വർഷവും 1.4 ലക്ഷം കോടിയാണ്. എന്നാൽ അതേ സമയത്ത് നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികളുടെ കുടുംബങ്ങൾ 1.32 ലക്ഷം കോടി രൂപ ചിലവഴിക്കുന്നു വ്യക്തിപരമായി. എന്ന് വെച്ചാൽ സർക്കാർ 1.4 ലക്ഷം കോടി രൂപ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് വിനിയോഗിക്കുമ്പോൾ അവരുടെ സ്വകാര്യ വരുമാനത്തിൽ നിന്ന് 1.32 ലക്ഷം കോടി രൂപ വ്യക്തിപരമായി കുടുംബങ്ങളും ചെലവഴിക്കുന്നു. ഇതിന്റെ കണക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നുമുള്ള കൊള്ളയാണ്. അല്ലാതെന്താണ്? അവരുടെ പണം നിങ്ങൾ മോഷ്ടിച്ച ശേഷം നിങ്ങൾ അവരോട് പറയുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുപോയി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാരണം, ഇന്ന് ഈ പുറത്ത് സമരം ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അറിയാവുന്ന കാരണം ഇത് തന്നെയാണ്. അതിനേക്കാൾ അടിസ്ഥാനപരമായ ഒരു കാരണം, നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും, നിങ്ങളൊരു ഡോക്ടറായാൽ, നിങ്ങളൊരു അഭിഭാഷകനായാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നത്, ദേ നിങ്ങൾക്ക് മുന്നിൽ ഒരു തൊഴിലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു, ഒരു ജീവനോപാധിക്കായുള്ള അവസരങ്ങൾ തുറന്നു കിടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ്? നിർമ്മാണ മേഖല ആകെ അടഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചുറ്റുപാടുകളിൽ നോക്കൂ, നിങ്ങൾക്കാകെ കാണാൻ കഴിയുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. സംരംഭകത്വം ഇല്ലാതായിരിക്കും. നിങ്ങൾ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിന്റെ സ്ഥിതി നോക്കൂ. 2-3 വലിയ കമ്പനികൾ മാത്രമാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു സംരംഭകനാകാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇന്നില്ല. സംരംഭവും ഇന്നില്ല. കോർപ്പറേറ്റ് മേഖലയിലെ ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിവരസാങ്കേതിക വിദ്യ മേഖല, പൊതുമേഖല എല്ലാം സ്വകാര്യവൽക്കരിച്ചു. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ഒരു മാർഗം എന്താണ്? ആകെയുള്ള മാർഗം സർക്കാർ ജോലിയാണ്. അപ്പൊ അതിലൂടെ ഒരു വാതിൽ മാത്രം തുറന്നിട്ടിട്ട് ബാക്കി എല്ലാ വാതിലുകളും അടച്ച് ഒരു സംവിധാനത്തെ മുഴുവൻ അവരുൾപ്പെടെ ചിലവഴിച്ച് ഒരു ലക്ഷ്യം കാണാൻ പോകുന്ന മേഖലയെ ആകെ അട്ടിമറിച്ചിരിക്കുന്നു. ഇങ്ങനെ അനുഭവിക്കുന്നവർ പുറത്ത് പ്രതിഷേധിക്കില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഓരോ വിദ്യാർത്ഥിയും അനുഭവിക്കുന്നതും ചെയ്യുന്നതുമായ പ്രവൃത്തിയെ 100% അംഗീകരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ശരിയായ പ്രതിഫലനം ഉണ്ടായേ മതിയാവും. ഇത് അവരുടെ കുറ്റമല്ല, അവർക്കുള്ളത് ആവശ്യങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്? ഒന്നാമത്തെ ആവശ്യം പൂർണ്ണമായി ന്യായമായ ആവശ്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന പരാജയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, അഴിമതിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയണം. 100% ന്യായമായ ആവശ്യം, അതിലൊരു തെറ്റുമില്ല. അദ്ദേഹമാണ് ഇന്ത്യക്കും ലോകത്തിനും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നടത്താൻ താൻ യോഗ്യനല്ലെന്ന് കാണിച്ചു കൊടുത്തത്. ചോദ്യപേപ്പറുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ചോർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ന്യായമായ ഒരു ആവശ്യമാണ്. രണ്ടാമത്തെ ആവശ്യം, കുട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഓരോരുത്തരും, അതാരായാലും, അതിന് നിർദ്ദേശം കൊടുക്കുന്നത് ആരായാലും, അത് നടപ്പിലാക്കുന്നത് ആരായാലും, അവരെല്ലാം അതിന് കണക്ക് പറയേണ്ടവരാണ്. മൂന്നാമത്തെ കാര്യം, ഈ മുഴുവൻ സംവിധാനവും നടത്തുന്ന, ഇതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആൾ വളരെ മാന്യമായി ഈ നടന്ന സംഭവങ്ങളിൽ
കുട്ടികളോട് ഖേദപ്രകടനം നടത്തേണ്ടതാണ്, മാപ്പ് പറയേണ്ടതാണ്. ഇതൊന്നും വളരെ സങ്കീർണമായ പ്രശ്നമല്ല, പ്രയാസമേറിയ പ്രശ്നമല്ല. ധർമ്മപ്രധാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ സാധാരണ വിജയം എന്ന് പറയുന്നതും ഏറ്റവും മികച്ചതെന്ന് അഭിമാനം കൊള്ളുന്നതുമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ തകർത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായും ഇതിനെ പിന്തുണയ്ക്കുന്നു, ഓരോ കുട്ടിയെയും പിന്തുണയ്ക്കുന്നു. ഈ തിങ്കളാഴ്ചയും നടന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടതാണ്. ഇന്നലെ പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച MP-മാർക്ക് സംഭവിച്ചത് എന്താണെന്ന് കണ്ടതാണ്. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ ഒരു സംവിധാനം കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടതാണ്. ബലപ്രയോഗത്തിലൂടെയും തല്ലിക്കെടുത്തിയും ഇത് അവസാനിപ്പിക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സർക്കാർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിർവരമ്പുകൾ ലംഘിച്ചു, നിങ്ങൾ ഈ രീതിയിൽ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത എന്നോട് കാണിച്ച സമീപനം യഥാർത്ഥത്തിൽ എത്രയോ മോശമാണ്. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനിയും ഇതിനേക്കാൾ 5 ഇരട്ടി അനാവശ്യമായി ഞാൻ കൈകാര്യം ചെയ്യപ്പെട്ടാലും ഞാനത് ശ്രദ്ധിക്കുകയില്ല. അതിലല്ല എന്റെ ശ്രദ്ധ ഈ കുട്ടികൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ചോദ്യപേപ്പർ ചോർച്ചയിലും ആ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് വിദ്യാർത്ഥികൾ നൽകേണ്ടി വരുന്ന അതിന്റെ കഷ്ടനഷ്ടങ്ങളിലുമാണ് എന്റെ ശ്രദ്ധ. അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം. 5 ഇരട്ടിയോ 10 ഇരട്ടിയോ മോശമായി എന്നോട് പെരുമാറാം, ഞാനത് ശ്രദ്ധിക്കില്ല. എന്ന് മാത്രമല്ല, ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്തെന്ന് വെച്ചാൽ അതിൽ നിന്നെല്ലാം ഞാൻ പഠിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ മേലുള്ള സർക്കാരിന്റെ ആരോപണം? ആ ആരോപണങ്ങളെയും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ആരോപണങ്ങളൊന്നും എനിക്കൊരു പ്രത്യാഘാതവും ഉണ്ടാവില്ല. Rahul ji, we've all seen what has happened with the students on Monday. We've also seen what has happened yesterday with the protesting MPs right outside the Prime Minister's residence. You know, the manner in which the leader of opposition was roughed up, manhandled and beaten up and removed from the protest site. What would you say on that? But the government has accused you of crossing the line and not behaving in a manner befitting the leader of opposition. This What to would me, you say? this how I was treated is an irrelevant issue to me. I don't care. Treat me 5 times worse, I don't care. The focus has to be on this. The focus has to be on what was done to the students. The focus has to be on the education system, on paper leaks, and on the cost that these children have been forced to pay. So, do whatever you want to me. 5 times, 10 times worse, I don't care. In fact, I like it because I learn from it. And the government's allegation on you? I don't care about government's allegations. Government's allegations are of no consequence to me. सिद्धार्थ ANI। राहुल जी, मेरा सवाल आपसे ये है कि क्या धर्मेंद्र प्रधान के इस्तीफे से कोई सॉल्यूशन आपको लगता है विपक्ष को कि उससे ही निकल जाएगा? क्या होना चाहिए? दूसरी बात ये कि इतने कई सालों में, पिछले 30-40 सालों से ज़्यादा की जो डेमोक्रेटिक सेटअप है हमारे देश का, हमने नहीं देखा कि विपक्ष के नेता प्रधानमंत्री के घर का घेराव करने पहुंचे, उनके घर के बाहर पहुंचे हों। क्या वजह रही कि आप लोगों को वहां जाना पड़ा? और अब सरकार में से भी आप मांग कर रहे हैं कि डिस्कशन हो और सरकार की तरफ से किरण रिजिजू आ जाए। उन्होंने कहा कि हम डिस्कशन के लिए तैयार हैं, लेकिन किस नियम के तहत करेंगे वो सरकार को तय करने दिया जाए। तो अगर सरकार किसी नियम के तहत आप लोगों से बात करती है आपने बहुत लंबा बोला भैया, आपके क्वेश्चंस क्या है? मेरा सवाल आपसे यही है कि क्या वजह रही कि आप लोगों को प्रधानमंत्री के घर तक पहुंचना पड़ा और क्या धर्मेंद्र प्रधान के इस्तीफे से सॉल्यूशन? इसके 2 कारण हैं। हमें लगा कि अगर हिंदुस्तान के स्टूडेंट्स सड़क पे हैं तो ऑपोजिशन को भी सड़क पे होना चाहिए, पहली बात। दूसरी बात, हमारी नेचुरल स्पेस पार्लियामेंट है और प्राइम मिनिस्टर हाउस जाने से पहले ऑपोजिशन स्पीकर के पास गए, उनके कमरे में गए, रिस्पेक्टफुली गए और हमने स्पीकर से कहा देखिए यह बहुत बड़ा मुद्दा है, आप हमें बोलने दीजिए, इसके बारे में डिस्कशन करने दीजिए। स्पीकर ने कहा कि देखिए मैं सरकार से पूछूंगा, मीनिंग इट इज नॉट स्पीकर्स डिसीजन, इट इज सरकार डिसीजन। ठीक है, पूछिए। पूछने के बाद
कोई डिस्कशन नहीं, पूरे इशू को इग्नोर कर दिया. ठीक है. धर्मेंद्र प्रधान, just put that other slide. धर्मेंद्र प्रधान एक सिंबल है. धर्मेंद्र प्रधान is a symbol, and the students have pain about how they have been treated. That symbol has to be removed. Out of respect to the students, that symbol has to be removed, number one. Number two, that symbol has to be removed because he's a completely incompetent, probably collusive person in this drama. We know his background. We know how clean he is. We know the type of person he is. There's a history here. And to send a message to the country that we are listening to the students, we respect their sentiment, this man's got to go. And that is why we went to the Prime Minister House yesterday to support this demand, which is a demand that every single student is making. How the discussion is going to be held, who's going to hold it, it's not only the government's decision. Because two people need to talk. That's going to be decided by the opposition. At least our part of it. The government wants to distract from this. The government wants to rub this thing under the carpet. कि भाई ये हुआ ही नहीं. और हम चाहते हैं कि ये सेंट्रल इशू है और ये सेंट्रल इशू पर रेजोल्यूशन आए. प्रधान जाए, Prime Minister apologizes. Everyone who assaulted students is the first step. Then we want to see changes being made to the testing system. We want to see changes being made to the amount of money people are charging. Thank you. IANS. सर मेरे दो सवाल हैं. पहला सवाल ये कि जितेंद्र सिंह जब आपसे मिलने आए थे, जब आप प्राइम मिनिस्टर के घर के आगे धरना दे रहे थे, तो उसके बाद उन्होंने कहा कि राहुल गांधी अपने बात पे अडिग नहीं है, बार बार वो चेंज कर रहे हैं, गोल पोस्ट चेंज कर रहे हैं. दूसरा सवाल ये है कि आपने कहा कि सभी अपोजिशन पार्टीज जो हैं वो इस मामले में एक हैं, लेकिन एक अपोजिशन पार्टी है आम आदमी पार्टी, जिसके सांसद संजय सिंह हैं, उन्होंने ये कहा कि राहुल गांधी छात्रों के आंदोलन को डाइवर्ट कर रहे हैं, हाईजैक करने की कोशिश कर रहे हैं. इस पर क्या कहेंगे? देखिए, हम पूरा सपोर्ट कर रहे हैं छात्रों के आंदोलन को. ठीक है, मेरे मुंह से खून निकल रहा था कल. हम पूरा सपोर्ट कर रहे हैं. पहली बात. आपका पहला क्वेश्चन क्या था? Jitendra Singh is irrelevant in this discussion. I mean, he's an irrelevant fellow who doesn't. He can say whatever he wants. He can say whatever he wants. He's an irrelevant part of this discussion. The discussion is very simple. We have clear demands. Demand number one, Dharmendra Pradhan goes. Not our demands, student demands. Number one, Dharmendra Pradhan goes. Number two, anyone who assaulted the students is punished. Number three, Prime Minister must apologize to students. Mr. Jitendra Kumar wants to see whatever fantasy he wants to see, he's welcome to see it. I'm not really bothered about it. अर्चना पीटीआई हिंदी. सर, कल जिस तरह से प्रोटेस्ट पे हमने देखा, आपको पंच भी किया गया, आपको मारा भी गया. व्हाट वाज योर एक्सपीरियंस? क्या हुआ था एग्जैक्टली? It was fine. I'm used to getting punched and all. It's not a problem. It's not a problem. It was fine. My job is to express the will of India's people. Whether it is the will of the students, whether it is the will of young people, whether it is the will of the farmers, this is the job that I'm supposed to do.
as leader of opposition. I'm supposed to become an expression of the voice of India's people. I'm supposed to bring attention to where pain is being felt. These are very small costs. These are not big costs. It's a huge honor for me to do this, to be able to stand with the wishes of my people. So, a couple of punches and all, this is not a problem at all. I'm happy to take many more. एक सेकंड मोहित दुबे. राहुल जी, मैं मोहित दुबे हूँ एबीपी न्यूज़ से. राहुल जी, अभी आपने कहा कि मुझे अपनी सुरक्षा की चिंता है नहीं, लेकिन आपकी सुरक्षा की चिंता मुझे लगता है कि क्योंकि नेता विपक्ष हैं, तमाम लोगों को है. जिस तरीके से कल आपके साथ सलूक किया गया, मुझे लगता है कि आज़ाद भारत के बाद किसी नेता प्रतिपक्ष के साथ ऐसा सलूक नहीं किया गया. आपको घसीटा गया, बस में डाला गया, छत्रसाल स्टेडियम लेके आप गए हैं. आगे की आपकी रणनीति क्या रहने वाली है? क्योंकि जिस तरीके से छात्रों के हक को लेकर आप लड़ रहे हैं, छात्रों की गूंज के तहत भी, पार्लियामेंट के अंदर भी, पार्लियामेंट के बाहर भी, आगे की अब रणनीति क्या रहने वाली है? सबसे पहले सही है कि पुलिस वाले थोड़ा मतलब मुझे घसीट के ले गए, बट कान में कह रहे थे कि इस सरकार को हटाइए. एक्चुअली मैं राजस्थान का हूं, इनको हटाइए. हम सिर्फ वर्दी पहने हैं. दूसरा कह रहा है मैं हरियाणा का हूं, इनको हटाइए. तो दैट सेंटिमेंट इज देयर एंड सच्चाई एवरीबॉडी नोस. ओके, उन बेचारों को मतलब ऑर्डर एक्सेप्ट करना पड़ता है, तो वो करने हैं. बट इवन पुलिस इज नॉट हैप्पी अबाउट व्हाट हैज हैपेंड. सेंसिबल पुलिस पीपल feel that this is a crime that has been done to the future of our country. This is a crime that has been done to the people we love. They can see their children in this. तो पहली बात वो है. दूसरी बात देखिए, यहां तो बड़ा क्लियर है. This is the demand of the students. We fully support it. And whatever Andolan is taking place on this front, in Delhi, in any state, anywhere, that has to do with these issues, has to do with student issues, Congress party 100%, me 100%, and the opposition as a whole 100% is supporting this. We are going to continue supporting it. The deeper problem is the government. There is a fundamental issue on jobs that is causing tremendous pain, and I've already said that we are heading into a storm. This is just signs that the storm is coming. But when the Iran war impact is felt, then you will see that there will be serious problems coming as a result of the pain that is being caused to farmers, to students, to other people. Anyway, I'd like to thank all of you. अरुण कुमार सिंह. ये लास्ट क्वेश्चन. एक मिनट सवाल पूछने दीजिए. 1 मिनट. मैं पूछूं? राहुल जी, एक छोटा सा सवाल है. पिछले 10-12 सालों में ये छोटा सवाल और बड़ा सवाल में क्या फर्क होता है? वो छोटा सा हो जाएगा ना. अच्छा, आपको दोहराना नहीं पड़ेगा. जितनी तेजी से आप वहां पहुंचे, पीछे पीछे मिनिस्टर भी पहुंच गए, बहुत तेजी से पहुंचे. आपको क्या लग रहा है, पहले तो कभी ऐसा हुआ नहीं था? व्हाट कंपेल्ड हिम टू रीच आउट टू यू फर्स्ट? एंड सेकेंड थिंग, ये जो तीनों डिमांड्स हैं, इज इट टोटली नॉन नेगोशिएबल? क्या इससे कम कुछ पर आप तैयार नहीं है और संसद नहीं चलेगी? नहीं, see, this is a decision for the meeting tomorrow morning.
meeting of opposition people, it is disrespectful for me to decide for them. What they will decide, we will agree with. But this is non-negotiable for sure. These 3 points, this is not our demand. This is the students' demand, which we are fully backing. This is not negotiable under any circumstances. Whether House will run tomorrow, that is up to the entire opposition, which will be a discussion. What compels government to reach out to you so immediately? Because in every government, there comes a time when psychologically they collapse. The leadership collapses. So that has happened. The government is actually in panic. This reaction that they have done with the students, this is a panic reaction. Right? What they were doing yesterday with us is a panic reaction. That's a different issue. We have to resolve this issue. Thank you very much. ചോദ്യങ്ങൾ ഉയർന്നു തന്നെ നിൽക്കട്ടെ. കാരണം ഉത്തരങ്ങൾ പറയാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾക്ക് മുൻപിൽ തോറ്റുകൊടുക്കാത്ത ഒരു ജനതയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്. നീതി ലഭിക്കുന്നതുവരെ സത്യാന്വേഷണത്തിന്റെ ഈ പോരാട്ടം വിശ്രമമില്ലാതെ തുടരുക തന്നെ ചെയ്യും. 7.5 കോടി കുരുന്നുകളുടെ ഭാവി കവർന്നെടുത്തവർ ഓർക്കുക, ജനരോഷത്തിന്റെ ഈ കനലുകൾ അണയില്ല. നിശബ്ദതയുടെ കോട്ടകൾ തകർന്നു വീഴുമ്പോൾ അധർമ്മത്തിന്റെ സാമ്രാജ്യങ്ങൾക്ക് മുൻപിൽ നീതിയുടെയും സത്യത്തിന്റെയും ശബ്ദം ഇനിയും മുഴങ്ങിക്കേൾക്കും. ഇന്ത്യ ഭയപ്പെടില്ല, അടിയറവ് പറയുകയുമില്ല. ഈ പോരാട്ടം വെറുമൊരു രാഷ്ട്രീയമല്ല, രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാനുള്ള ധർമ്മയുദ്ധമാണ്. അധികാരത്തിന്റെ മൗനത്തെക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. സത്യം ജയിക്കുക തന്നെ ചെയ്യും.